നേരത്തെ താനൂരിൽ കാണാതായ രണ്ട് വിദ്യാർത്ഥികളെ മുംബൈയിൽ കണ്ടെത്തിയ സംഭവം ഉണ്ടായിരുന്നു. അവിടെ സലൂണിൽ ജോലി ചെയ്യുന്ന ലൂസിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ലൂസി, നമസ്കാരം. രണ്ട് വിദ്യാർത്ഥികളെയും നിങ്ങൾ കണ്ടു എന്നാണ് പറയപ്പെടുന്നത്. അവരെന്തെങ്കിലും സംസാരിച്ചിരുന്നോ? സംസാരിച്ചിരുന്നു. അവര് 2 മണിയായപ്പോൾ വന്നു. ആക്ച്വലി അവർക്ക് മലയാളം ശരിക്കും ഹിന്ദി ഇംഗ്ലീഷ് അറിയാൻ മേല. എന്റെ സ്റ്റാഫിന് മലയാളം അറിയത്തില്ല. അപ്പം ഞാൻ എന്റെ അസിസ്റ്റന്റിനോട് പറഞ്ഞു പോയി സംസാരിക്കാം. അവർ പറയുന്നത് ഇവർക്ക് തിരിയുന്നില്ല. അപ്പം ചെന്നപ്പം പറഞ്ഞു ഞങ്ങളുടെ ലുക്ക് മാറ്റണം, ലോങ് ഹെയർ ആണ്, അത് കട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഷോർട്ട് ആക്കണം, സ്ട്രെയിറ്റ് ആക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഏറ്റവും മോഡേൺ, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് പറഞ്ഞു. അതിന്റെ ചാർജസും പറഞ്ഞു. അപ്പം പിള്ളേർ പറഞ്ഞു ഓക്കെ ഞങ്ങൾ റെഡി. അങ്ങനെ അത് ട്രീറ്റ്മെന്റ്. താങ്കളുടെ സ്ഥാപനമാണോ അത്? അതെ അതെ, എന്റെ സ്വന്തം. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇവരെല്ലാം എന്റെ സ്റ്റാഫ് വിളിക്കുന്നുണ്ട്. കാരണം പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഫോൺ വേണമെന്ന് പറയുന്നു, ഇത് പറയുന്നു. ഇവർ പറയുന്ന ഒന്നും അവർക്ക് തിരിയുന്നില്ല. അപ്പൊ ഇവർ പറയുന്നുണ്ട് കേരളത്തില് എഡ്യൂക്കേഷൻ ചെയ്തിട്ട് അവർക്ക് എന്തുകൊണ്ട് ഹിന്ദി ഒട്ടും അറിയത്തില്ല, ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഇച്ചിരി പ്രായമുള്ള പിള്ളേരാണെന്നല്ലേ. പിന്നെ ഇപ്പൊ അല്ലേ അറിയുന്നത് +2 ആയതേ ഉള്ളൂ. ലൂസി, സംസാരിച്ചപ്പോ ഇവരെന്തിനു വന്നു എന്നാണ് പറഞ്ഞത്? ഞാൻ സംസാരിച്ചു പേരൊക്കെ ചോദിച്ചപ്പം പറഞ്ഞു ഇങ്ങനെ മഞ്ചേശ്വരം എന്തോ ഒരു സ്ഥലം പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു കല്യാണത്തിന് വന്നതാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ആരുടെ കല്യാണം? ഞാൻ ചോദിച്ചപ്പോ കല്യാണത്തിന്റെ ഡ്രസ്സൊക്കെ എങ്ങനെ എടുത്തോ, എന്താ ഇടുന്നത്, സാരിയാണോ ഗാഗ്ര ചോളിയാണോ? പറഞ്ഞു ഇല്ല, ജീൻസ് ടോപ്പ്. ഞാൻ പറഞ്ഞു ജീൻസ് ടോപ്പ് കല്യാണത്തിനോ? ഏത് ജാതിക്കാരോ, മലയാളിയാണോ? അവൻ പറഞ്ഞു അല്ല. പിന്നെ ഏത് ജാതിയെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ എങ്ങനെ നിങ്ങളുടെ ഫ്രണ്ടായോ? അപ്പം പറഞ്ഞു അത് ഇൻസ്റ്റാഗ്രാമിൽ ഫ്രണ്ട് ആയതാന്ന്. ഒരു ഫ്രണ്ട് അതിൽ നിന്ന് ഒരു കുട്ടി പറഞ്ഞു മറ്റേ കുട്ടീനെ കണ്ണ് കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി എന്തോ ഒരു പന്തികേട് പോലെ. പിന്നെ ഇപ്പൊ ഇവരുടെ കൂടെ ആളുണ്ടായിരുന്നോ ലൂസി? ആരുമില്ല. ഇവർ രണ്ടുപേരും മാത്രമാണ് വന്നത്. പക്ഷെ വന്നപ്പോ മുഖമൊക്കെ ഒത്തിരി മറച്ചിട്ടാണ് വന്നത്. മുഖമൊക്കെ മറച്ചിട്ടാ വന്നത്. ലൂസിക്ക് നേരത്തെ മനസ്സിലായിരുന്നോ? ഈ വാർത്ത കണ്ടിരുന്നോ നേരത്തെ? ഇല്ല, ഞാൻ കണ്ടില്ല, വാർത്ത കണ്ടില്ല. അത് ഈ സ്റ്റേഷനിൽ നിന്ന് കോള് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആക്ച്വലി അവര് അതേം പറയാം. അതിനു മുമ്പ് ഇവര് ആദ്യം വലിയ കൂളായിട്ടൊക്കെ ഇരുന്നെങ്കിൽ ഈ ഫോണൊക്കെ ആരോ ഒരു വോയിസിന് ഫോൺ ചെയ്തു. ഫോൺ കഴിഞ്ഞിട്ട് പിന്നെ അവര് പെട്ടെന്ന് വേണം ഇപ്പൊ ഈ സ്റ്റാഫിനോട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു മാഡം ഇവര് ധൃതി ഇടുന്നു, ഒന്ന് വന്ന് പറഞ്ഞ് മനസ്സിലാക്കാമോ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇത്രയും രൂപ മുടക്കി ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അങ്ങനെ പകുതിയും നിർത്താൻ പാടില്ല, അത് മൊത്തം ചെയ്തിട്ട് ഞങ്ങൾ പറ്റുന്നിടത്തോളം സ്പീഡിൽ വിടാം. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് 6 o'clock പനവേലിൽ എത്തണം, ഞങ്ങൾക്ക് വേണ്ടി വണ്ടി വരുമെന്ന്. ഞാൻ പറഞ്ഞു 6 o'clock പനവേലിൽ എങ്ങനെ എത്തും, ഒത്തിരി ദൂരമല്ലേ? പറഞ്ഞു ബസ്സിന് കയറിപ്പോ. ഞാൻ പറഞ്ഞു ബസ്സിന് ഒട്ടും പോകാൻ പറ്റത്തില്ല. അങ്ങനെ എനിവേ അപ്പൊ അന്നേരം മുതൽ പിള്ളേർക്ക് അങ്ങ് പോകാൻ ഭയങ്കര ധൃതിയായിരുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് റൈസ് എന്ന് പറയുന്ന ആ ചെറുക്കൻ്റെ ഫോൺ എനിക്ക് വന്നു. എന്റെ ഫോണിൽ നിന്നല്ലേ ഇവര് വിളിച്ചേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പുള്ളി പറഞ്ഞു പിള്ളേരോട് അവിടെ ഇരിക്കാൻ പറഞ്ഞ ഞാൻ അങ്ങോട്ട് വരുവാ എന്ന് പറഞ്ഞു. അപ്പൊ അത് അപ്പോഴും ഞാൻ സലൂണിലില്ല, ഞാൻ ഫോണിൽ കൂടെ അവിടെ കൗണ്ടറിലെ ഫോണിൽ വിളിച്ചതെന്നറിയാമോ? ആ നമ്പരൊക്കെ പോലീസിന് കൊടുത്തോ? കൊടുത്തു. ഈ പോലീസിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്തത്? പിന്നെ സംശയം തോന്നിയതാണോ ലൂസി? ഞാൻ അപ്പഴത്തേനും ഈ റേസിന്റെ ഫോൺ റേസ് ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. 6 കുട്ടി എന്തോ പേരാ. അപ്പൊ ആ പുള്ളിക്കാരൻ എന്നെ വിളിച്ചു. ഈ സലൂണിന്റെ പേരും ലൊക്കേഷനും അയച്ചു തരാമോ, ഞാൻ അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു. ഞാനത് അയച്ചു കൊടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു പിള്ളേരെ അവിടെ ഇരുത്തിയേക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഇരുത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു. അത് അതെ മലയാളിയാ. അത് മുസ്ലിം പോലത്തെ ആ സൗണ്ട് എനിക്ക് നല്ല അതുപോലത്തെ ഒരു സ്ലാങ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ റൈസ് ആരാ ഒന്ന് നോക്കാലോ, ഇവരിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടെന്നൊക്കെ പറയുന്നത് എന്നാ ഒന്ന് അറിയാലോ എന്ന് വിചാരിച്ച് മലയാളി ആയതുകൊണ്ട് ഒരു കൗതുകത്തിന് ഞാൻ താഴേക്ക് വന്നു. അപ്പൊ ഈ മനുഷ്യൻ ഈ റൈസ് എന്ന് പറഞ്ഞ ആളൊന്നും വന്നുമില്ല. ഞാൻ വിചാരിക്കുന്നത് ഈ പിള്ളേര് മുകളിൽ ഇരിപ്പുണ്ടെന്ന്. അപ്പം എന്റെ സ്റ്റാഫിനോട് അപ്പൊ അന്നേരമാണ് ഈ പോലീസുകാരുടെ ഫോൺ എനിക്ക് വന്നത്. അവിടെ 2 പെൺകുട്ടികൾ വന്നിട്ടുണ്ട്. പോലീസ് മുംബൈ പോലീസാണോ വിളിച്ചത്? അതെ മുംബൈ പോലീസ് അല്ല, കേരളത്തിലെ. പോലീസ് എങ്ങനെയാ അറിഞ്ഞേ? അത് എനിക്കൊന്ന് ഈ റേസിന് നമ്പർ കിട്ടുമോ, അതോ റേസുമായിട്ട് എന്തോ കോണ്ടാക്ട് വരുമോ, അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. അങ്ങനെ ട്രാക്ക് ചെയ്ത് കാണോ? അതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്ത് റേസിനല്ലേ. അങ്ങനെ അപ്പം അവരെ വിടരുതെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ഓക്കെ അവര് ഇവിടെ ഇരിപ്പുണ്ട്, ഒരു പുള്ളിക്കാരൻ വരും അതിനുവേണ്ടി. അന്ന് പറഞ്ഞ അത് ഞങ്ങൾ അറിയുന്ന ആളെ എന്തോ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. സലൂണിൽ എത്ര പൈസയായി? അവരുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അവർക്ക് ഒരാളുടെ ട്രീറ്റ്മെന്റ് 5,000, മറ്റൊരാളുടെ 5,500 അങ്ങനെ കണ്ടായി. ഫുൾ എമൗണ്ട് ക്യാഷ് ആയിട്ട് അവർ പേ ചെയ്തു. അപ്പൊ ഈ പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം എന്റെ സ്റ്റാഫ് പറയുന്നുണ്ട് അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു.
അവര് കണ്ടോ അത് ബാഗിൽ പൈസ ആ ഉള്ളത്? കണ്ടു കാണും. ഓഹോ. അപ്പൊ ഒരുപാട് പൈസയുമായിട്ടാണ് പോയത് അല്ലേ? അതെ അതെ. പിന്നീട് ആ ഫോണിലേക്ക് വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ലേ ഞാൻ പോലീസിന് റേസിന്റെ ഫോണിലേക്ക് വിളിച്ചു, അയാൾ ഫോൺ എടുത്തില്ല. ആ പിന്നെ അപ്പം എനിക്ക് തോന്നി അത് പോലീസുമായിട്ട് കണക്ഷൻ ആയി കാണുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂടുതൽ അധികം ശ്രദ്ധിച്ചില്ല. പിന്നെ പോലീസുകാർ തെരയെ വിളിച്ച് എല്ലാം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാന്നൊക്കെ പറഞ്ഞു. ഇവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നില്ല അല്ലെ? എങ്ങനെ? ഇവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നില്ല രണ്ടുപേരുടെയും? ഇല്ല. മൊബൈൽ ഉണ്ടോ അറിയത്തില്ല. നമ്മുടെ അടുത്ത് പറഞ്ഞത് നമ്പറൊന്നും ഇല്ല, ഞങ്ങളുടെ മൊബൈലൊക്കെ കളവ് പോയി എന്നാ പറഞ്ഞത്. നമ്മളിപ്പോ നമ്മുടെ അവിടെ ആര് വന്നാലും അവരുടെ കോണ്ടാക്ട് നമ്പറും പേരും നമ്മൾ വാങ്ങിക്കാറുണ്ട്. പക്ഷെ അവര് തന്നില്ല. അപ്പൊ ഇവർക്ക് ഈ നമ്പർ ബൈഹാർട്ടായിരുന്നോ? ഈ വിളിച്ചു എന്ന് പറയുന്ന ആളുടെ നമ്പർ ബൈഹാർട്ടായിരുന്നു? ബൈഹാർട്ടായിരിക്കുമല്ലോ. അതെങ്ങനെ വിളിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ നമ്മുടെ മുകളിലും താഴെയായിട്ടാ ലേഡീസ് സെക്ഷന്. അപ്പോഴത്തേനും നമ്മൾ കണ്ടില്ല. ഇങ്ങനെ ബൈഹാർട്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ച് കാണും, ഇല്ലെങ്കിൽ അവരുടെ മൊബൈൽ ഉണ്ടോ നമുക്കറിയില്ല. മൊബൈലൊന്നും കണ്ടില്ല. ലൂസി പിന്നെ കേരള പോലീസ് കോണ്ടാക്ട് ചെയ്തോ? കേരള പോലീസ് എനിക്ക് പല പ്രാവശ്യം ഫോൺ ചെയ്തായിരുന്നു. അറിയാവുന്നതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു. നമുക്ക് അറിയത്തില്ല, ഒരു 15 മിനിറ്റ് മുമ്പ് കോണ്ടാക്ട് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് അവരെ പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് കുറച്ചുകൂടി ഈസി ആയിരിക്കും തോന്നുന്നു അല്ലേ? പനവേലിൽ ഒരുപാട് മലയാളികളൊക്കെ ഉള്ള സ്ഥലമാണല്ലോ, കാരണം എല്ലാവരിലേക്കും വാർത്ത എത്തിയിട്ടുണ്ടാവുമല്ലോ. ആയിരിക്കും. അത് നമ്മളും മാക്സിമം നമ്മളും ഷെയർ ഒക്കെ ചെയ്യുന്നുണ്ട് ഗ്രൂപ്പിലും കാര്യത്തിലും ഒക്കെ. എന്താന്ന് വെച്ചെങ്കിൽ ആ പേരൻസിന്റെ ബുദ്ധിമുട്ട് നമുക്ക് മക്കളൊക്കെ ഉള്ളതല്ലേ, അങ്ങനെ. അപ്പൊ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കട്ടെന്ന് വിചാരിക്കുന്നു. ഇവര് അവിടേക്ക് എങ്ങനെയാ എത്തിയതെന്ന് പറഞ്ഞിരുന്നോ? ഇവിടേക്ക് അല്ല, എനിക്ക് തോന്നുന്നു ഇവരൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണോന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വിളിക്കുന്നതിനകത്തും അതിലെ ഒരു വോയിസിന്റെ ക്ലിപ്പ് ഞാൻ കണ്ടു. റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ പലരായിട്ട് സംസാരിക്കുന്നു, ഇങ്ങനെ അവരെ കണ്ടോ ഇവരെ കണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ എനിക്ക് തോന്നി. ഓക്കെ, എല്ലാരും മലയാളികളാണ്? അല്ലല്ല, ഗ്രൂപ്പ് കോൾ അല്ല. പക്ഷെ അതിനകത്ത് വിളിച്ചപ്പം തന്നെ എനിക്കൊന്ന് 2 ബോയ്സ് ഉണ്ടായിരുന്നു തോന്നുന്നു. അവര് ചോദിക്കുന്നുണ്ട് മറ്റവരെ കണ്ടോ എങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ആരെയാണെന്ന് നമുക്കൊന്നും അറിയത്തില്ല. എന്റെ സലൂണിന്റെ പേരും ഒരു റോങ് പേരാണ് പറഞ്ഞത്. എവിടെയാണെന്ന് ചോദിച്ചു. ഇവര് പറഞ്ഞു കൊടുത്തത് റോങ് ആയിട്ടാണോ? അതെ. ഓക്കെ ഞാൻ വിളിക്കുവാണേ. ഓക്കെ താങ്ക് യു ലൂസി. കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് ലൂസി പങ്കുവച്ചിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികൾ അവിടെ എത്തിപ്പെടുന്നു, രണ്ടുപേരും എത്തുന്നു. ഇവരെ ആരോ അവിടെ വന്ന് പിക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ആരാണ്? റിയാസ് എന്നോ ആർ വെച്ചൊരു തുടങ്ങുന്ന പേരാണെന്നാണ് പറഞ്ഞത്. അവർക്ക് കൃത്യമായിട്ട് പേര് ഓർമ്മയില്ല. പക്ഷേ ഇവർ സംസാരിച്ച ആ കോൾ റെക്കോർഡിംഗ് ഇവരുടെ കയ്യിലുണ്ട്. അത് പോലീസിന് കൈമാറിയിട്ടുണ്ട്, വിളിച്ച നമ്പർ കൈമാറിയിട്ടുണ്ട്. ഈ പെൺകുട്ടികൾ ഇവരുടെ ഫോൺ ഉപയോഗിച്ചിട്ടില്ല, ഈ ബ്യൂട്ടി പാർലറിലുള്ള ഫോൺ ഉപയോഗിച്ചാണ് വിളിച്ചത്. അതിൽ നിന്നാണ് ഈ നമ്പർ കിട്ടിയത്. പിന്നീട് വിളിച്ചപ്പോൾ എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഒരാൾക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, അതും ഈ സലൂൺ ഉടമയാണ് അയച്ചു കൊടുത്തത്. ആ ലൊക്കേഷനിലേക്ക് വന്ന് ഈ 2 പെൺകുട്ടികളെയും പിക്ക് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിവരങ്ങളെല്ലാം പോലീസിന് കൈമാറിയിട്ടുണ്ട്. കുറച്ചുകൂടി എളുപ്പത്തിൽ കുട്ടികളിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എത്രയും പെട്ടെന്ന് തിരിച്ചു നാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നടപടികളിലേക്ക്